ഇത് 27,000 കിലോമീറ്ററാണ് ഓടിയേക്കുന്നത്. ഏതാ ഓപ്ഷൻ? 1 ലിറ്റർ ടർബോ CVT വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ, ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. രൂപയ്ക്ക് 2023 മോഡൽ VXi മാനുവൽ ബ്രസ സെമി ഹൈബ്രിഡ് വാഹനമാണ്, സ്മാർട്ട് ഹൈബ്രിഡ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. വെൻഡോ എന്ന് പറയുമ്പോൾ അറിയാലോ, ആ പെർഫോമൻസ്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഒത്തിണങ്ങിയ ഒരു സെഡാനാണ്. പിന്നെ വണ്ടി വരുന്നത് ഡീസൽ വേരിയന്റ് ആണ്. അപ്പം പിന്നെ മൈലേജ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിതാ യൂസ്ഡ് കാറുകളുടെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കൊച്ചിയിൽ എത്തിയിട്ടുണ്ട്. കൊച്ചി മരടിലാണ് എക്സാക്ട് ലൊക്കേഷൻ വരുന്നത്. വന്നിരിക്കുന്നത് കാർ ആൻഡ് ബൈക്ക് പവേർഡ് ബൈ മഹീന്ദ്ര ഫസ്റ്റ് ചോയ്സ്. ഓക്കെ, അപ്പോൾ കൊച്ചിക്കാരുണ്ടെങ്കിൽ നമ്മളെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊച്ചിൻ്റെ ഒരു 50 കിലോമീറ്റർ പരിസരത്ത് ആരൊക്കെയുണ്ട് ഒന്ന് കമന്റിൽ വാ എല്ലാവരും കൂടി. അപ്പോൾ നല്ല അടിപൊളി വിലയിൽ വാറണ്ടിയോടുകൂടി കാറുകൾ കിട്ടുന്ന ഒരു സ്ഥലമാണ്. കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹായ്, സ്വാഗതം. എന്താ പേരെന്താ? അതുൽ. ഓക്കെ, ഇവിടുത്തെ സെയിൽസ്. ഓക്കെ. അപ്പോൾ കാർ ആൻഡ് ബൈക്കിനെ പറ്റി പ്രേക്ഷകർക്ക് അറിയാം. 2 years വാറണ്ടി കാര്യങ്ങളൊക്കെ. RSI എല്ലാം ഉണ്ട്. RSI നമ്മൾ എല്ലാ വണ്ടിക്കും RSI സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമുക്ക് 2000 ഒരു 7 years റേഞ്ചുള്ള വാഹനങ്ങൾക്ക് നമ്മൾ വാറണ്ടി എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അത്രയും പഴക്കമുള്ള വാഹനങ്ങൾക്ക് 7 years. കിലോമീറ്ററിന്റെ ഉള്ളിൽ 1 lakh അണ്ടറിൽ വരണം. അത് നമ്മുടെ മഹീന്ദ്രേസ് എഞ്ചിനീയേഴ്സ് വന്ന് സർട്ടിഫൈ ചെയ്തിട്ടുള്ള വാഹനങ്ങളാണ് നമ്മൾ ആ വാറണ്ടി ഇതിൽ കൊടുക്കുന്നത്. ഓക്കെ, അല്ലാണ്ട് തന്നെ എടുക്കുന്ന വാഹനങ്ങൾ മൊത്തം ഇൻസ്പെക്ട് ചെയ്ത് എടുക്കുന്നതാണ്. അതെല്ലാം ക്ലിയർ കട്ടായിട്ട് എന്തൊക്കെ ചെക്ക് പോയിന്റ്സ് ഉണ്ടോ അതൊക്കെ നോക്കിയിട്ട് തന്നെ എടുക്കുന്നത്. എന്തൊക്കെയുണ്ടോ കറക്റ്റ് ഡീറ്റെയിൽ നിങ്ങൾക്ക് പറഞ്ഞ് തരികയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈസിംഗ് ആണ് അറിയണ്ടേ? കൊച്ചി എന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു മാർക്കറ്റാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രൈസിംഗ് നല്ല കോമ്പറ്റീഷൻ ഉള്ള മാർക്കറ്റാണ്. അതെ, അതാ ചോദിച്ചത്. ഇവിടുത്തെ നല്ല രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? പിന്നെ നമുക്ക് നല്ല ഓഫറിൽ നമുക്ക് വണ്ടികൾ കൊടുക്കാൻ പറ്റും. ഇത് കറക്റ്റ് സ്ഥലം വരുന്നത് മരടുന്ന് തൃപ്പൂണിത്തുറ റൂട്ട്. നമ്മുടെ കുണ്ടന്നൂർ ഫ്ലൈ ഓവറിന്റെ അടിയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കണ്ടുപോകാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വിട്ടുവരുത്. ബാക്കി ഡീറ്റെയിൽ വീഡിയോയിൽ കാണാം. ഒരു കോമ്പാക്ട് SUV-ന്റെ വിലയ്ക്ക് നിങ്ങൾക്ക് ഒരു ഫുൾ സൈസ് SUV ഉണ്ടോ? അതും മഹീന്ദ്ര XUV 700 അല്ലേ? 700. ഓക്കെ, KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ ആണ്. ഇപ്പൊ മാറി 7XO ആയി അല്ലേ? പുതിയ വേരിയന്റ് ആയി. ഓക്കെ, അപ്പൊ ഇതെങ്ങനെ ഡീറ്റെയിൽ? ഇത് വരുന്നത് 2024 മോഡലാണ്. 25 രജിസ്ട്രേഷൻ, സിംഗിൾ ഓണർഷിപ്പ്. വണ്ടി ഓടിയിരിക്കുന്ന 58,000 കിലോമീറ്റർ ആണ്. 58,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്, 24 മോഡൽ, 25 രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ 28 വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും അല്ലേ? അതെ. ഓക്കെ, 2028 വരെ മഹീന്ദ്ര തന്നെ വാറണ്ടി കൊടുക്കുന്നുണ്ട്. കാറും ബൈക്കിന്റെ വാറണ്ടി അല്ല, മഹീന്ദ്രയുടെ വാറണ്ടി തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ക്ലെയിമോ വരിക്കുണ്ടോ? ഒന്നുമില്ല, ക്ലീൻ പീസ് വണ്ടിയാണ്. പിന്നെ നമുക്ക് ആകെ ഇതിന്റെ അകത്ത് ഗുണമുള്ളത് വണ്ടി 7 സീറ്റർ ആണ് വരുന്നത്. അതെ, 7 സീറ്റർ ആണ്. ഓക്കെ, 700 7 സീറ്റർ വാഹനം, ഇത്രയും വലിയൊരു SUV കൊണ്ട് നടക്കാം അല്ലേ? അതെ. ഇതിന്റെ വില എത്രയാ? ഇത് നമ്മുടെ റേറ്റ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് 13,90,000 ആണ്. 13,90,000 രൂപയ്ക്ക് ചെറിയ രീതിയിലുള്ള നെഗോഷിയേഷൻസ് ഒക്കെ ചെയ്യാം, കുഴപ്പമില്ല. 24 മോഡൽ, 25 രജിസ്ട്രേഷൻ വരുന്ന XUV 700 ബ്ലാക്ക് വണ്ടി, അണ്ടർ കമ്പനി വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടി 13,90,000 നിങ്ങൾക്ക് കൊണ്ടുപോകാം. ചെറിയ സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഏതാ വേരിയന്റ്? അതായത് ഇത് MX വേരിയന്റ് ആണ്. MX ബേസ് ആണല്ലേ? ബേസ് വേരിയന്റ് ആണ്. നോർമലി ബേസ് വേരിയന്റിൽ അലോയ്സ് കാര്യങ്ങളൊന്നും വരില്ല. ഇത് നമ്മൾ എക്സ്ട്രാ അലോയ്സ്, കമ്പനി അലോയ്സ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ലൊരു അടിപൊളി വണ്ടി കൊണ്ടുപോകും. ബാക്കി ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും, പവർ വിൻഡോസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. മിറർ അഡ്ജസ്റ്റ്മെന്റ് വരുള്ളല്ലോ? അഡ്ജസ്റ്റ്മെന്റ് ഇല്ല. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. അടുത്തതാ KL 32 രജിസ്ട്രേഷൻ വരുന്ന ഒരു ബ്രസയാണ്. ബ്രസ എന്ന് പറയുമ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ്. നിങ്ങൾക്ക് അത്യാവശ്യം മൈലേജിൽ മെയിൻ്റനൻസ് കുറഞ്ഞു കൊണ്ട് നടക്കാൻ പറ്റിയ വണ്ടി. അതായത് പെട്രോളും ആണ്, സ്മാർട്ട് ഹൈബ്രിഡും ആണ്. മെയിൻ്റനൻസ് കുറയും, മൈലേജ് ഒരു 13-17 റേഞ്ച് ഒക്കെ കിട്ടും അല്ലേ? ലോങ്ങിൽ ഒരു 18 കിട്ടുന്നുണ്ട് ലോങ്ങില്. ഓക്കെ, ടൗണിലൊക്കെ ആണെങ്കിലും 13-14 ഒക്കെ കിട്ടും അല്ലേ? അതാണ് ഇത്രയും വലിയ വണ്ടി എടുത്തിട്ട് അത്രയും മൈലേജ് കൊണ്ടു നടക്കാം. ഏതാ മോഡൽ ഇത്? 2023 മോഡല്. 23 ഉണ്ടല്ലേ? ഓക്കെ, VXi സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റ് ആണ്. മാനുവൽ? മാനുവൽ സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഓടിയിരിക്കുന്നത് 64,000 കിലോമീറ്റർ. 64,000 മൈലേജ് ഉണ്ട്. അവരോട്ടം പോയിട്ടുണ്ട് അല്ലേ? ഓക്കെ, 26 വരെ ഏതാ മാസം അറിയോ? വാറണ്ടി കഴിഞ്ഞു. ഇപ്പൊ മാരുതി കമ്പനി വാറണ്ടി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് മഹീന്ദ്രയുടെ 1 year വാറണ്ടി കൊടുക്കാം. 1 year വാറണ്ടി കിട്ടും അല്ലേ? ഓക്കെ, ഒരു ക്ലെയിമും ഇല്ലല്ലോ? ഇല്ല, ക്ലെയിമുകളൊന്നും. ഇതിനെല്ലാത്തിനും നമുക്ക് സർവീസ് ഹിസ്റ്ററി എല്ലാം അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോ എത്ര ഇതിന്റെ ചോദ്യം? ഇപ്പൊ ഇത് നമുക്ക് ചോദ്യം വരുന്നത് 8-15 ആണ്. നമുക്ക് ചെറിയ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് നെഗോസിയേഷൻ ചെയ്യാം. ഓക്കെ, 8,15,000 രൂപയ്ക്ക് 2023 മോഡൽ VXi മാനുവൽ ബ്രസ സെമി ഹൈബ്രിഡ് വാഹനമാണ്, സ്മാർട്ട് ഹൈബ്രിഡ്.
ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് തന്നെ അല്ലേ? സിംഗിൾ ഓണർഷിപ്പ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ലോണും മാക്സിമം കയറും ഇല്ലേ? ലോണും കഴിച്ചാൽ 7-7.5 വരെയൊക്കെ കയറാൻ പറ്റും. എക്സ്യൂവിലും കയറൂല്ലേ? മാക്സിമം ലോൺ കയറാം. അത് സിംഗിൾ ഓണർഷിപ്പ് ആയില്ല? സിംഗിൾ ഓണർഷിപ്പ് തന്നെ. ഓക്കെ, 2 വണ്ടി ഇപ്പോൾ സിംഗിൾ ഓണർഷിപ്പ് ആണത്. അടുത്ത വണ്ടിയിലേക്ക് വീണ്ടും നമ്മൾ മഹീന്ദ്രയിലേക്ക് എത്തി. XUV 300 ആണ്, KL 41 ആലുവ രജിസ്ട്രേഷൻ വരുന്ന വാഹനം. ഏതാ മോഡല്? വണ്ടി 2019 മോഡലാണ്. W8 ആണ് വേരിയന്റ് വരുന്നത്. W8 ഇതിന്റെ മോഡല് W8 ഓപ്ഷനിലും കൂടിയുണ്ട്. അതിൽ 6 എയർ ബാഗ്, സൺറൂഫ് ഉണ്ടായിരുന്നു അന്ന്? സൺറൂഫ് ഇല്ല തോന്നുന്നു അല്ലേ? 6 എയർ ബാഗ് വരും. ഇതിൽ 2 എയർ ബാഗ് ഉണ്ടാവും. ഇത് 2 എയർ ബാഗ് ആണ്. ബാക്കി പുഷ് ബട്ടൺ അലോയ്സ്, ക്രൂയിസ് കൺട്രോൾ ഓപ്ഷൻസ് കാര്യങ്ങളെല്ലാം വരുന്നത്. അങ്ങനത്തെ ഫീച്ചേഴ്സ് ഒരുപാട് വരുന്ന വാഹനം തന്നെയാണ്. പിന്നെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. അന്ന് ടെസ്റ്റിംഗിൽ 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വണ്ടിയാണ്. മോഡൽ എന്താ പറയുക? 2019 സോറി. ഓക്കെ, പെട്രോൾ മാനുവൽ ഡീസലാണ്. ഡീസലാ? ഓക്കെ, വെരി ഗുഡ്. മൈലേജ് ഉണ്ടാവും. മൈലേജ് ഉള്ള വണ്ടിയാണ്. ഓട്ടോ എത്ര പോയിട്ടുണ്ട്? 73,000 കിലോമീറ്റർ. വലിയ ഓട്ടോ അല്ല, ഒരു വർഷം സംബന്ധിച്ച് വലിയ ഓട്ടോ അല്ല. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. സെക്കൻഡ് ഓണർഷിപ്പ് 73,000, 18-20 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ് കിട്ടും. ഡീസൽ മാനുവൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്ന ഒരു വാഹനമാണ്. തീർച്ചയായും സേഫ്റ്റി ഉണ്ട്, മൈലേജ് ഉണ്ട്. നല്ല ടയേഴ്സ് ആണ്, പുതിയ ടയേഴ്സ് ആണ്. ഒന്നും ചെയ്യാനില്ല, എടുക്കുന്ന പാർട്ടിക്ക് ജസ്റ്റ് ഒരു സർവീസ് മാത്രം ചെയ്താൽ മതി. ഓക്കെ, എത്രയാ ഇപ്പൊ ചോദ്യം? എത്രയാ ഇത് നമുക്ക് വരുന്നത്? 675 ആണ്. 6,70,75,000 രൂപയ്ക്ക് ഒരു ഡീസൽ വണ്ടി നിങ്ങൾക്ക് കൊണ്ടുപോകാം. അതും വെറും 72,000 കിലോമീറ്റർ. 73,000 കിലോമീറ്റർ മാത്രം ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ് ഉള്ള ഒരു ഡീസൽ W8 ഫുൾ ഓപ്ഷന് തൊട്ട് താഴെ വരുന്ന വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ, ഫുൾ ലോൺ കയറുമോ ഇതില്? ഫുൾ ലോൺ കയറും, ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വണ്ടിക്ക് കിട്ടും ലോണ്, ബാക്കി നിങ്ങളുടെ ട്രാക്ക് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമുക്ക് ഏകദേശം വണ്ടിക്ക് ഒരു 9 ലക്ഷം രൂപ IDV വരുന്നുണ്ട്. അത്രയുണ്ടല്ലേ? ഓക്കെ, വേറെ ക്ലെയിം ഒന്നും ഇല്ലല്ലോ? ഇല്ല. അടുത്തതാ ഒരു കോമ്പാക്ട് SUV തന്നെ, നിസാന്റെ മാഗ്നൈറ്റ് ആണ്, KL 52 രജിസ്ട്രേഷൻ, നല്ലൊരു ബ്ലാക്ക് കളർ വാഹനം. ഏതാ മോഡൽ ഇത്? 2023 മോഡൽ. 23 മോഡൽ ഉണ്ട് അല്ലേ? അപ്പോൾ ഇപ്പോൾ 11 മാസം, അതായത് 26 ഈ വർഷം നവംബർ 18 തീയതി വരെ കമ്പനി വാറണ്ടി വണ്ടിയാണ് കേട്ടോ. ഓക്കെ, ഓട്ടോ എത്ര പോയി? ഇത് 27,000 കിലോമീറ്റർ ആണ് ഓടിയേക്കുന്നത്. ഏതാ ഓപ്ഷൻ? 1 ലിറ്റർ ടർബോ CVT വരുന്ന വണ്ടിയാണ്. ഫുൾ ഓപ്ഷൻ, ഓട്ടോമാറ്റിക്കലി ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. 2 എണ്ണം വരുന്നുണ്ടെങ്കിൽ ഒന്ന് AM ടീം വരും, ഒന്ന് CVT വരും. CVTക്കാണ് പൈസ കൂടുതൽ വരുന്നത്. അതെ. ഓക്കെ, ഇതന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഏകദേശം 13 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? 13.5 റേഞ്ചിൽ അന്ന് വില വന്ന വണ്ടിയാണ്. ഓക്കെ, പുതിയ വണ്ടിക്കും അത്ര തന്നെ ഉണ്ടല്ലേ? പുതിയ വണ്ടി ഇപ്പോഴും ഇറങ്ങുന്നത് റേറ്റ് തന്നെ ഏകദേശം ഉണ്ട്. ഓക്കെ, അപ്പോൾ ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ഓക്കെ, നല്ലൊരു നീറ്റ് വണ്ടി, അണ്ടർ കമ്പനി വാറണ്ടിയിൽ കിട്ടുന്ന 27,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, പെട്രോൾ CVT ഓട്ടോമാറ്റിക്, മൈലേജ് ഒരു 11 to 13 വരെയൊക്കെ കിട്ടും. എത്രയാണ് ചോദ്യം? നമ്മൾ 7.25 ആണ് വണ്ടിക്ക് ഫൈനൽ വില പ്രതീക്ഷിക്കുന്നത്. 7.25. ചെറിയ മാറ്റം? ചെറിയ രീതിയിൽ വണ്ടി വന്ന് കണ്ട ഓക്കെ ആണെന്ന് നമുക്ക് ചെറിയ രീതിയിലുള്ള നെഗോസിയേഷൻസ് ഒക്കെ ഓക്കെയാണ്. ഓക്കെ, അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ വിളിച്ചോ. അതായത് വാറണ്ടി തന്നെ നിൽക്കുന്ന വണ്ടിയാണ്. പുതിയ വണ്ടിയൊക്കെ നോക്കാൻ പോകണ്ടേ, ഒന്ന് വന്ന് നോക്കിക്കോ കേട്ടോ. അതെ. ഓക്കെ, മാക്സിമം ലോൺ കയറും അല്ലേ? മാക്സിമം ലോൺ. അടുത്തത് ഒരു സ്റ്റൈലിഷ് ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനമാണ്. മാരുതി സുസുക്കിയുടെ S-Cross KL 55, തിരൂർ, മലപ്പുറം ജില്ലയാണ് രജിസ്ട്രേഷൻ വരുന്നത്. എങ്ങനെയാണ് ഡീറ്റെയിൽ? വണ്ടി വരുന്നത് 2019 മോഡലാണ്. ഡെൽറ്റ വേരിയന്റ് ആണ്, സിംഗിൾ ഓണർഷിപ്പ് ആണ് വണ്ടി. ഡെൽറ്റ സെക്കൻഡ് വേരിയന്റ് ആണ്, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാ ഫീച്ചേഴ്സും വന്നിട്ടുണ്ട്. അലോയ്സ് ഉണ്ട്, ക്രൂസ് കൺട്രോൾ ഓപ്ഷൻസ് ഉണ്ട്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്, 2 എയർ ബാഗ് ഉണ്ടാവും, പിന്നെ പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഫോഗ് വരുന്നുണ്ട്. ഇതില്ലാത്ത ഇപ്പൊ എന്താ? ബാക്ക് വൈപ്പർ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. ഓപ്ഷൻ മാറിപ്പോയല്ലോ. ഓക്കെ, ഡെൽറ്റയാണ്. പിന്നെ ഓട്ടോ എത്ര പോയി? 1,01,000 കിലോമീറ്റർ ആണ് ഓടിയത്. 1,01,000 ഫുൾ സർവീസ് കമ്പനി സർവീസ്. ഓക്കെ, പിന്നെ ഡീസലോ പെട്രോളോ? ഡീസൽ. ഓട്ടം കേട്ടപ്പോൾ ഡീസൽ നോർമൽ മൈലേജ് തന്നെ 18-20 റേഞ്ച് ഒക്കെ ഏകദേശം മൈലേജ്. ഒരു ക്ലെയിം ഇല്ലല്ലോ വണ്ടിയിൽ? ഇല്ല, ക്ലെയിമുകളൊന്നുമില്ല, റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു ക്രോസ് ഓവർ സെഗ്മെന്റ് വണ്ടിയാണ്. സിംഗിൾ ഓണർഷിപ്പ്. എത്ര ഇതിന്റെ ചോദ്യം ഇപ്പോൾ? നമുക്ക് ഒരു 665 ഫൈനൽ കിട്ടിയാൽ കൊടുക്കാം. 6,65,000 രൂപ ഫൈനൽ റേറ്റ് ആണ് ഈ ഒരു S-Cross ഡീസൽ ഡെൽറ്റ. ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഒരു ക്രോസ് ഓവർ സെഗ്മെന്റ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ ലോൺ ചാൻസ് ഉണ്ടോ? ഫുൾ ലോൺ 6 ലക്ഷം വരെ 6 ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്യാൻ പറ്റും. അടുത്ത വണ്ടിയില്ലേ? എറണാകുളത്ത് വന്നിട്ട് ഒരു എറണാകുളം വണ്ടിയായിട്ടില്ല, മോശമാണ്. അതെ, ഹോണ്ട സിറ്റി ആണ്, KL 7 രജിസ്ട്രേഷൻ വാഹനം. ഏതാ മോഡൽ? ഇത് മോഡൽ വരുന്നത് 2017 മോഡലാണ്. 17 മോഡൽ സിറ്റി. പെട്രോൾ VX വേരിയന്റ് ആണ്. മാനുവൽ VX, സൺറൂഫ്, പുഷ് ബട്ടൺ അലോയ്സ് കാര്യങ്ങളൊക്കെ വരും. ഇതിന്റെ മോഡൽ ZX കൂടെ ഉണ്ട്. വേറെ 48,000 കിലോമീറ്റർ ആണ് വണ്ടി ഓടിയിരിക്കുന്നത്.
തീരെ ഓട്ടം കുറവാണ്. കുറവാണ്. ശരിക്കും ആ വർഷം വെച്ച് നോക്കണേ തീരെ കുറവാണ്. വേറെ ക്ലെയിം ഒന്നുമില്ലല്ലോ വണ്ടിയിൽ? ഇല്ല, കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ ലോ മെയിൻ്റനൻസിൽ നല്ലൊരു വലിയ സഡാ വണ്ടി കൊണ്ടു നടക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വണ്ടി. മൈലേജ് ഉണ്ടാവും, ഒരു 12-15 റേഞ്ചൊക്കെ ഏകദേശം മൈലേജും കിട്ടും. ടയർ ഭാഗമൊക്കെ അത്യാവശ്യം ഉണ്ടല്ലേ, നല്ല ടയേഴ്സ് ഉണ്ടല്ലേ. ഓക്കെ. അപ്പോൾ എടുക്കുന്ന പാർട്ടി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല, ഓയിൽ സർവീസ് ഉണ്ടാവും. ഓക്കെ. VX സൺറൂഫ് വരുന്ന വാഹനമാണ്, 17 മോഡൽ, ലോ കിലോമീറ്റർ. എത്രയാണ് ചോദ്യം? നമുക്ക് 595 ആണ് ലാസ്റ്റ് പ്രൈസ് വരുന്നത്. 5,90,000 ഫൈനൽ റേറ്റ് ആണ്. ഓക്കെ. ലോണ് 5,50,000 വരെ കിട്ടും. കിട്ടും. ഓക്കെ. വേറെ ഒരു വർക്കും ഇല്ലല്ലോ വണ്ടി? ഇല്ല, ഒരു വർക്കും ഇല്ല. ഒന്നുമില്ല, നീറ്റ് വണ്ടി. അടുത്ത വണ്ടിയിലേക്ക്. അടുത്തത് ഒരു പ്രീമിയം കോമ്പാക്ട് SUV ആണ്, ജീപ്പ് കോമ്പസ് KL39, തൃപ്പൂണിത്തുറ രജിസ്ട്രേഷനാണ്. ഈ റൂട്ട് വരുന്നത് തൃപ്പൂണിത്തുറ റൂട്ടാണ്. അതെ അതെ. ഓക്കെ. എങ്ങനെ ഡീറ്റെയിൽ ചെയ്ത് കോമ്പസ് വരുന്നത് 2018 മോഡലാണ്. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഓടിയിരിക്കുന്നത് 81,000 കിലോമീറ്റർ ആണ്. ഡീസലാ? ഡീസൽ മാനുവൽ. 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ വരുന്ന വാഹനമാണ്. അത്യാവശ്യം പവറും ഉണ്ടാവും. മൈലേജ് ഒരു 12-15 റേഞ്ച് ഒക്കെ കിട്ടും. ആ റേഞ്ച് ഏകദേശം മൈലേജും കിട്ടുന്ന ഒരു വാഹനം. ആ ഒരു വർഷം ഡീസലെ സംബന്ധിച്ച് വലിയൊരു ഓട്ടം കൂടുതൽ പറയാനില്ല. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പാ? സിംഗിൾ ഓണർഷിപ്പ് ആണ്. ക്ലെയിം എന്തെങ്കിലും? ക്ലെയിമോ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ. നീറ്റ് വണ്ടി. ഫുൾ കമ്പനി സർവീസ് പോയതാ? കമ്പനി സർവീസ് ഉള്ള വണ്ടിയാണ്. പ്രോപ്പർ സർവീസ് ഉണ്ട് അല്ലേ? ഓക്കെ. അപ്പോൾ ഒരു പ്രീമിയം SUV നോക്കുന്നുണ്ടെങ്കിൽ ഏതാ ഓപ്ഷൻ? ഇത് ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ്. ഇതിന്റെ മേലെ ലിമിറ്റഡ് പ്ലസും കൂടി ഉണ്ടാവും. ബാക്കി ഇതിനകത്ത് തന്നെ എല്ലാ ഫീച്ചേഴ്സ് ഓൾമോസ്റ്റ് നമുക്ക് സൺറൂഫ് മാത്രമേ ഇല്ലാത്തുള്ളൂ. ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓക്കെ. എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്കൊരു 8.5 lakhs ആണ് നമ്മൾ ഫൈനൽ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ. 8,50,000 രൂപയ്ക്ക് 18 മോഡൽ കോമ്പസ് ലിമിറ്റഡ് ഡീസൽ സിംഗിൾ ഓണർഷിപ്പ് വാഹനം നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഫുൾ കമ്പനി സർവീസ് പോയ വാഹനമാണ്. 1 lakh താഴെ ഓടിയിട്ടുള്ളൂ. ഓരോ വണ്ടിക്ക് ഓരോ മാർക്കറ്റാണ് കേട്ടോ. 1 lakhന്റെ മേലെ പോകുമ്പോൾ മാർക്കറ്റ് മാറും, 50,000 താഴെയാണെങ്കിലും മാർക്കറ്റ് മാറും. ഇത് കിലോമീറ്റർ ഓണർഷിപ്പ് ഇതൊക്കെ യൂസ്ഡ് കാറിൽ ഭയങ്കര ഇതായി കിടക്കുന്ന കിടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ അപേക്ഷിച്ചാണ് നമ്മൾ വണ്ടി വില വരുന്നത്. ഇത് നേരെ 50,000 താഴെയാണ്. ചിലപ്പോൾ ഇപ്പൊ ചോദിച്ചാലും 50,000 60,000 ഒക്കെ കൂടും. 1 lakhന്റെ മേലെ പോയാലോ പിന്നെയും കുറയും, വില കുറയും. ഓക്കെ. അപ്പൊ അതാണ് വ്യത്യാസം. ഇപ്പൊ ജീപ്പ് കോമ്പസ് കൂടുതൽ നമ്മൾ കണ്ടേക്കുന്ന 1 lakhന് മുകളിലോടിയിട്ടുള്ള വണ്ടികളായിരിക്കും. അപ്പൊ കിലോമീറ്റർ കൂടെ ശ്രദ്ധിക്കുക, ഓണർഷിപ്പ് ശ്രദ്ധിക്കുക എടുക്കുമ്പോൾ. ഇതൊക്കെ സിംഗിൾ ഓണർ വണ്ടിയാണ്. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വന്നെടുത്തോ. ഇതിനൊക്കെ നിങ്ങളുടെ വാറണ്ടി 2 year കൊടുക്കൂലേ? ഇത് നമുക്ക് വാറണ്ടി പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. വീണ്ടും ഒരു സെഡാൻ കാറ്റഗറി ഫോക്സ് വാഗൺ വെൻഡോ ആണ്. KL1 തിരുവനന്തപുരം രജിസ്ട്രേഷൻ വാഹനം. ഇന്നത്തെ രണ്ടാമത്തെ തിരുവനന്തപുരം വണ്ടിയാണ് അല്ലേ ഇത്? ഓക്കെ. അപ്പോൾ വെൻഡോ എന്ന് പറയുമ്പോൾ അറിയാലോ, ആ പെർഫോമൻസ്, സേഫ്റ്റി, സ്റ്റെബിലിറ്റി എല്ലാം ഒത്തിണങ്ങിയ ഒരു സെഡാനാണ്. പിന്നെ വണ്ടി വരുന്നത് ഡീസൽ വേരിയന്റ് ആണ്. അപ്പൊ പിന്നെ മൈലേജ് ഉണ്ടാവും. അതും പേടിക്കേണ്ട ആവശ്യമില്ല. 18-20 റേഞ്ച് തന്നെ മൈലേജ് കിട്ടും. ഏതാ മോഡല്? ഇത് 2017 മോഡൽ ഹൈലൈൻ ഡീസൽ ആണ്. ഓക്കെ. 17 ഫുൾ ഓപ്ഷൻ വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വരുന്നത്. ഹൈലൈൻ പ്ലസ് ഉണ്ടോ? ഹൈലൈൻ പ്ലസ് ഉണ്ട്. അതിന്റെ തൊട്ട് താഴെ. സോറി. അപ്പൊ 17 ഹൈലൈൻ പ്ലസ് ഡീസൽ. ഹൈലൈൻ ഡീസൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. 90,000 കിലോമീറ്റർ ഓടിയിരിക്കുന്നത്. 90,000. ആ ഒരു വർഷം കൊണ്ട് 90,000 ഓടിയിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി വരുന്നത്. സാധാരണ ജർമ്മൻ കാറുകളുടെ ഡീസൽ എന്ന് പറയുമ്പോൾ കുറച്ച് മെയിൻ്റനൻസ് എക്സ്പെൻസീവ് ആയിരിക്കും. അത് കൂടെ കണ്ടിട്ടേ എടുക്കാവൂ അല്ലേ? പക്ഷേ കറന്റ് ഇപ്പൊ നമുക്ക് വേറെ വർക്കുകളോ കാര്യങ്ങളൊന്നും ഇല്ല. എല്ലാം ക്ലിയർ ആയി കിട്ടേക്കുന്ന വണ്ടിയാണ്. ഓക്കെ. വേറെ ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ഇല്ല. ഓക്കെ. അപ്പൊ എത്ര കൊടുക്കാം നമുക്കിത്? ഇത് നമുക്ക് ഫൈനൽ പ്രൈസ് വരുന്നത് പ്രതീക്ഷിക്കുന്നത് നമ്മൾ 4 ലക്ഷം രൂപയാണ്. 4 ലക്ഷം. 1.5 ഡീസൽ മാനുവൽ അല്ലേ? ഡീസൽ മാനുവലിൽ 2017 ഹൈലൈൻ വെൻഡോ നിങ്ങൾക്ക് കൊണ്ടുപോകും. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഫുൾ ഓണം കയറുവില് നമുക്ക് മാക്സിമം ലോൺ ചെയ്യാം. നിസാൻ മൈക്രയാണ് അടുത്ത വാഹനം. KL43 മട്ടാഞ്ചേരി രജിസ്ട്രേഷൻ. മൈക്രേന്റെ ഒരു ഐക്കോണിക് കളറാണ്. എന്തെങ്കിലും ഡീറ്റെയിൽ? വണ്ടി വരുന്നത് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. 32,000 കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ. വളരെ ലോ കിലോമീറ്റർ. പെട്രോൾ ഓട്ടോമാറ്റിക് ആണ്. CVT ഗിയർ ബോക്സ് ആണ് വരിക. പെർഫോമൻസും എല്ലാം കിട്ടും. അപ്പൊ നിങ്ങൾ ഒരു ചെറിയ സെഗ്മെന്റിൽ ഓട്ടോമാറ്റിക് നോക്കുന്നുണ്ട്. 1.2 ലിറ്റർ ഓട്ടോമാറ്റിക് ആണ്. ഒരു 10-13 വരെയൊക്കെ മൈലേജും പ്രതീക്ഷിക്കാം. CVT ഓട്ടോമാറ്റിക്. വലിയ ഓട്ടം പോയിട്ടില്ല. 19 മോഡൽ സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. നല്ല ടയേഴ്സ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലെയിമും കാര്യമൊന്നുമില്ല അല്ലേ? ക്ലെയിം കാര്യങ്ങളാണ്. ഇതേത് ഓപ്ഷൻ വരുന്നത്? ഇത് XV എന്ന് പറയുന്ന വേരിയന്റ് ആണ്. XV ആണ്. ഓക്കെ. ഇതില് പുഷ്പട്ടം വരുള്ള അല്ലേ? പുഷ്പട്ടം വരില്ല. ഓക്കെ. കീ സ്റ്റാർട്ട് ആണ്. 2 എയർ ബാഗ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലേ? AC പവർ സ്റ്റിയറിംഗ് അങ്ങനത്തെ ഒക്കെ ഉണ്ടാവും. പവർ വിൻഡോസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എത്ര ചോദ്യം? നമ്മൾ 4 lakhs ആണ് ഫൈനൽ എക്സ്പെക്ട് ചെയ്യുന്നത്. 4 ലക്ഷം. വെറും 32,000 കിലോമീറ്റർ ഓടിയ 19 മോഡൽ XP ആണ്. അപ്പോൾ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഓട്ടോമാറ്റിക് ആണ് കേട്ടോ. ലോ കിലോമീറ്റർ. ഫുൾ ഓൺ കയറില്ല ഏകദേശം? ലോൺ കയറും.
വീണ്ടും ഒരു KL39 തൃപ്പൂണിത്തുറ വാഹനമാണ്. ബലേനോ ആണ്, മാരുതി സുസുക്കി ബലേനോ. ഇത് ഫുൾ ഓപ്ഷൻ ആണോ? ഇത് സീറ്റ ആണ്. ഓക്കെ. എൻ്റെ മേലെ ആൽഫയാണ് വരിക. പക്ഷെ ഇതിലെ ആൽഫയായിട്ട് വെച്ച് നോക്കുമ്പോൾ എല്ലാ ഫീച്ചേഴ്സും ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. എന്തോ ഓട്ടോ ക്ലൈമറ്റ് AC വരും ഇതില്. ഓട്ടോ ക്ലൈമറ്റ് ഇല്ല. ആ ഒരു വ്യത്യാസം മാത്രമാണ് തോന്നുന്നത്. സ്ക്രീനിൽ വരുന്നതോ ബാക്കിലെ റിയർ വൈപ്പേഴ്സും കാര്യങ്ങളെല്ലാം എല്ലാം ഉണ്ട്. ഓക്കെ. ഫീച്ചേഴ്സും വരും. പിന്നെ മോഡൽ ഏതാ ഇത്? ബലേനോ. ഇത് 2020 മോഡലാണ്. 20 ബലേനോ, പെട്രോൾ മാനുവൽ. പെട്രോൾ മാനുവൽ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. വണ്ടി ഓടിയിരിക്കുന്നത് 51,000 കിലോമീറ്റർ ആണ്. 20 മോഡൽ 51,000 നോർമൽ ഓട്ടം പോയ വാഹനമാണ്. സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ്. കുഴപ്പമില്ലാത്ത നല്ല ടയർ ഭാഗമുണ്ട്. പിന്നെ മൈലേജ് ഉണ്ടാവും, ഒരു 12-16 റേഞ്ചൊക്കെ ഏകദേശം മൈലേജ് കിട്ടുന്ന ഒരു സെഗ്മെന്റ് ആണ്. ഇതിന് തന്നെ ടൊയോട്ടയിൽ നിങ്ങൾ ഗ്ലാൻസ് നോക്കുന്നുണ്ടെങ്കിലും ഇത് പരിഗണിക്കാം അല്ലേ? ഓക്കെ. ഗ്ലാൻസിനേക്കാൾ മാർക്കറ്റിന് കുറവാന്ന് തോന്നുന്നു അല്ലേ? ടൊയോട്ട എന്ന് പറയുമ്പോൾ തന്നെ അത്രയും കൂടുതലാണ് അതിന്. വണ്ടി സെയിം ആണെങ്കിൽ ബ്രാൻഡ് വാല്യൂവിന്റെ വ്യത്യാസങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതും പരിഗണിക്കാവുന്ന ഓപ്ഷനാണ്. എത്ര ഇതിന്റെ ചോദ്യം? ഇത് നമുക്ക് ഫൈനൽ റേറ്റ് വരുന്നത് 6,50,000 രൂപ. 20 മോഡൽ സീറ്റ പെട്രോൾ മാനുവൽ 650 ഫൈനൽ റേറ്റ്. വലിയ ഓട്ടം പോയിട്ടില്ല, സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. അപ്പൊ താല്പര്യമുണ്ട് എന്തായാലും വിളിച്ചോ. ഒരു 6 ലക്ഷം വരെയൊക്കെ ലോണും കയറുമല്ലോ എന്തായാലും? ലോൺ കയറും. ഓക്കെ. ഇതിനൊക്കെ വാറണ്ടി കിട്ടുന്നില്ല? വാറണ്ടി. ഓക്കെ. ഇപ്പൊ കണ്ട ഓൾമോസ്റ്റ് വണ്ടിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ നിർത്താണ്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്കുകൾ നമ്മൾ കാണിച്ചതാണ്. ബാക്കി ഇനി വരാണ്ടില്ല. വണ്ടികൾ വരാണ്ട് ഈ മാസം ലാസ്റ്റിലോട്ടൊക്കെ നമുക്ക് അത്യാവശ്യം വണ്ടികൾ കയറാനുണ്ട്. പിന്നെ ബാക്കിയുള്ളത് ഇവിടെ ഇപ്പൊ ബുക്കിംഗ് ആയിട്ടുണ്ട് അല്ലേ ഏകദേശം? ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ലൊക്കേഷൻ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം. കൊച്ചി മരടില് കുണ്ടന്നൂർ ഫ്ലൈ ഓവറിന്റെ ഫ്ലൈ ഓവറിൽ നിന്ന് നമ്മൾ മരടിലോട്ട് പോകുന്ന വഴിയില് PS മിഷൻ ഹോസ്പിറ്റൽ ഉണ്ട്. അതിന് മുമ്പ് ഭാരത് പെട്രോളിയം പമ്പ് അതിന്റെ മുമ്പിലായിട്ടാണ് ഷോറൂം ലൊക്കേഷൻ വരുന്നത്. ഓക്കെ. റോഡ് സൈഡിൽ തന്നെ. കോൺടാക്ട് നമ്പറിലേക്ക് വിളിച്ചാൽ മതി. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ കൊച്ചിക്കാർ കാണുന്നുണ്ടെങ്കിൽ കൊച്ചിക്കാർ കമന്റ് ചെയ്യും. കൊച്ചിൻ്റെ ഒരു 50 കിലോമീറ്റർ ചുറ്റളവിലുള്ള എത്ര പേര് കാണുന്നു നമുക്ക് നോക്കട്ടെ. ഇവിടുത്തെ കാര്യം തന്നെ വേണ്ടേ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. അടുത്തൊരു വീഡിയോ കാണാം.